ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നാരായണീയം ദശകം 47 ഉലൂഖല ബന്ധനമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരുന്നത്. 5 ശ്ലോകം വരെ വായിച്ചു. 5-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കണ്ണൻ തൈരും കലമൊക്കെ അടിച്ചുടച്ചിട്ട് അവിടെ തറയിൽ തൈര് നിരന്ന് കിടന്നതിൻ്റെ മുകളിൽ നിന്ന് വെണ്ണ ഇങ്ങനെ മുകളിലിരുന്നതെല്ലാം കുഞ്ഞ് കൈ കൊണ്ട് വാരിക്കൊണ്ട് ഓടി പോയി. അമ്മ പാൽ അടുപ്പത്ത് തിളച്ച് പൊങ്ങുന്ന കണ്ടുകൊണ്ട് എണീറ്റ് പോയതായിരുന്നു. അമ്മ പാല് കുടിപ്പിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞിനെ. അപ്പോൾ പുഞ്ചിരിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ കുടിച്ച് വരവെയാണ് എണീറ്റ് പോയത്. അപ്പോൾ കണ്ണന് ദേഷ്യം ഉണ്ടായി. കാരണം മുഴിപ്പിച്ച് കുടിക്കാൻ പറ്റിയില്ല. ആനന്ദിച്ചിങ്ങനെ കുടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് എണീറ്റ് പോയത്. ആ ഒരു ഖേദം കൊണ്ട് കോപമുണ്ടായി തൈരും കലമൊക്കെ അടിച്ചുടച്ചിട്ട് അവിടെ കിടന്ന കുറച്ച് വെണ്ണയും കയ്യിൽ വാരിക്കൊണ്ട് പോയി. അങ്ങനെ അമ്മ വന്ന് അവൻ എവിടെ ഉണ്ണി എവിടെയെന്ന് തിരഞ്ഞ് അപ്പോൾ ഉണ്ണി ഉരൽമേൽ നിന്ന് പൂച്ചകൾക്ക് വെണ്ണ കൊടുക്കുന്നതാണ് കണ്ടത്. അതിൻ്റെ ബാക്കി നമുക്ക് 6-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 6. ത്വാം പ്രഗൃഹ്യ ബദഭീതി ഭാവനാ ഭാസുരാനന സരോജം ആശുസ രോഷരൂഷിതമുഖീ സഖീ പുരോ ബന്ധനായ രശനാം ഉപാദതേ. ത്വാം പ്രഗൃഹ്യ ബദഭീതി ഭാവനാ ഭാസുരാനന സരോജമാശുസ രോഷരൂഷിതമുഖീ സഖീ പുരോ ബന്ധനായ രശനാം ഉപാദതേ. അങ്ങനെ തിരക്കി പൂച്ചകൾക്ക് വെണ്ണ കൊടുക്കുന്നതൊക്കെ കണ്ട് ഉണ്ണിയെ കണ്ട് കിട്ടിയ ഉടനെ തന്നെ യശോദ കോപത്താൽ മുഖം ചുവപ്പിച്ചുകൊണ്ട്, കാരണം നോക്കിയപ്പോൾ എന്താ കലമെല്ലാം ഉടച്ചിട്ടിട്ട് അവിടുന്ന് കുറച്ച് വെണ്ണയൊക്കെ വാരിക്കൊണ്ടുവന്ന് ഉരുളിൻ്റെ മുകളിൽ നിന്ന് പൂച്ചകൾക്ക് കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് യശോദമ്മ തേടി നടന്നെങ്കിലും കണ്ടു കിട്ടിയ ഉടനെ തന്നെ യശോദ കോപത്താൽ മുഖം ചുവപ്പിച്ചുകൊണ്ട് തേടി നടക്കയാൽ ഒന്നുകൂടി തിളങ്ങുന്ന അരവിന്ദത്തോടു കൂടിയ കണ്ണനെ കടന്നു പിടിച്ചു തോഴിമാർ കാണുകെ കെട്ടിയിടാനായി കയറെടുത്തു. കഷ്ടം. അത് ഗുരുവായൂരപ്പനോട് ആരാ ഇതിങ്ങനെ പറയുന്നത്? ഭട്ടതിരിപ്പാട്. ഇങ്ങനെയായിരുന്നു കഷ്ടം. അന്ന് എന്ത് മാത്രം വിഷമിച്ചു ഈ അമ്മ, ദേഷിച്ചു, കണ്ണനെ പിടിച്ചു കേട്ട എന്ത് കഷ്ടം എന്നെല്ലാം ഭഗവാനോട് പറയുവാണ് ഭട്ടതിരിപ്പാട്. അപ്പോൾ ഇങ്ങനെ മുഖമൊക്കെ ചുമപ്പിച്ച് ദേഷ്യം കാണാനും കിട്ടിയില്ല. ഒളിച്ച് ഓടിപ്പോയില്ലേ. നോക്കിയപ്പോൾ എന്താ ഉരലിൻ്റെ മുകളിൽ ഇങ്ങനെ പൂച്ചകൾക്ക് കൊടുക്കുവാണ്. അപ്പോൾ അമ്മയ്ക്ക് നോക്കിയപ്പം പകുതി ഉടച്ചു വെച്ച തൈരാണ്. നോക്കിയപ്പോൾ കലവും തൈരും എല്ലാം തറയെ കിടപ്പുകൊണ്ട് കുടഞ്ഞ് അതിൽ നിന്ന് വാരി പൂച്ചയ്ക്കും കൊടുക്കുന്നു, കണ്ണനും കഴിക്കുന്നു. അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒന്നുകൂടെ കോപം മുഖം ചുമപ്പിച്ചുകൊണ്ട് തേടി നടന്ന ഒരു ദേഷ്യവും എല്ലാം കൂടെ. അപ്പോൾ ഒന്നുകൂടി തിളങ്ങുന്ന ഭഗവാന്റെ അരവിന്ദത്തോടു കൂടി നിൽക്കുന്ന ഭഗവാൻ കണ്ണൻ. അങ്ങനെ അങ്ങയെ ആ കണ്ണനെ കടന്നു പിടിച്ച് തോഴിമാർ കാണുകെ കെട്ടിയിടാനായി അവിടെ എന്തോൻ്റെ പേര് ഉരല്, ആ ഉരല് കെട്ടിയിടാനായി കയറെടുത്തു. കഷ്ടം എന്ന് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നു. നമുക്ക് 7-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 7. ബന്ധു ഇച്ഛതി യം ഏവ സജ്ജന സ്തംഭവന്തം അയി ബന്ധുമിച്ഛതി സാ നിയുജ്യ രസനാ ഗുണാൻ ബഹൂൻ ദ്യങ്കുലോനമഖിലം കിലൈക്ഷത. ബന്ധു ഇച്ഛതി യം ഏവ സജ്ജന സ്തംഭവന്തം അയി ബന്ധുമിച്ഛതി സാ നിയുജ്യ രസനാ ഗുണാൻ ബഹൂൻ ദ്യങ്കുലോനമഖിലം കിലൈക്ഷത. ഇവിടെയും ഭഗവാൻ എന്ത് ചെയ്യുന്നു? അമ്മയുടെ മുമ്പിലും മായ പ്രയോഗിക്കുന്നു. ഭഗവാൻ മായാക്കണ്ണനാണല്ലോ. ഇവിടെ എങ്ങനെയാണ് മായ പ്രയോഗിക്കുന്നത്? ആ മായയിൽ അകപ്പെട്ട അമ്മ ഉഴലുകയും ചെയ്യുന്നുണ്ട്. അല്ലയോ ഭഗവാനെ, ഗുരുവായൂരപ്പ, സജ്ജനങ്ങൾ ഏതൊരു ദേവനെ ബന്ധുവാക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ ദേവനെ അങ്ങയെ ബന്ധിക്കാൻ ഇച്ഛിച്ചുകൊണ്ട് യശോദ കൊണ്ടുവന്ന കയറ് നീളം പോരാതെ പിന്നെയും ഏച്ച് കൂട്ടിക്കെട്ടിയിട്ടും 2 അങ്കുലം നീളം പോരാതെ വന്നതായി കണ്ടതാണ് മായ. കാരണം ഒരു കയറ് കൊണ്ടുവന്ന് കെട്ടാൻ ശ്രമിക്കുന്നു, നീളം പോരാഞ്ഞ് വീണ്ടും ഏച്ച് കെട്ടുന്നു, എന്നിട്ടും തികയുന്നില്ല, വീണ്ടും പോയി. ഇങ്ങനെ അത് ഭഗവാന്റെ മായയാണ്. അപ്പോൾ അവിടെ അമ്മ അതിലും ദുഃഖപ്പെടുന്നു. ഒരിക്കലും അത് കെട്ടാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഭഗവാൻ ആരുടെയും
ആരോടും ഭഗവാന് ബന്ധമില്ല. ബന്ധിക്കാൻ പറ്റും, ഇവിടെ ബന്ധിക്കാനാണ് അവിടെ തുടങ്ങുന്നത്. ബന്ധിക്കാൻ വെച്ചാൽ കയറുകൊണ്ട് കെട്ടുന്ന ബന്ധനമാണല്ലോ. അത് ഭഗവാൻ നിത്യമുക്തനായ ഭഗവാന് ബന്ധനം പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഭഗവാനെ അങ്ങോട്ട് ബന്ധുവാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇവിടെ അമ്മ എന്ത് ചെയ്യുന്നു? ബന്ധിക്കാൻ ശ്രമിക്കുന്നു, ഭഗവാനെ ഇങ്ങോട്ട് ബന്ധിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഗുരുവായൂരപ്പ, സജ്ജനങ്ങൾ ഏതൊരു ദേവനെ ബന്ധുവാക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ ദേവനെ അങ്ങയെ ബന്ധിക്കാൻ ഇച്ഛിച്ചുകൊണ്ട് യശോദ കൊണ്ടുവന്ന കയറ് നീളം പോരാതെ പിന്നെയും ഏച്ച് കൂട്ടിക്കെട്ടിയിട്ടും 2 അങ്കുലം നീളം പോരാതെ വന്നതായി കണ്ടു. അമ്മ മകനെ കെട്ടാൻ കഴിയാതെ സഖിമാരുടെ മുന്നിൽ ഉഴലുന്നതായി കണ്ട ഉണ്ണിക്ക് അമ്മയോട് ഭയം തോന്നി കെട്ടാൻ അനുകൂലിക്കുന്നു. കാരണം സഖിമാരെല്ലാം അവിടെ എത്തിയ തോഴികളെല്ലാം പുഞ്ചിരിക്കുകയും, കാരണം എന്താ ഒരു വല്ലായ്മ അവർ കാണിക്കും. അമ്മയ്ക്ക് അതും കൂടെ കാണുമ്പം കെട്ടാനും പറ്റുന്നില്ല. അവരുടെ നോട്ടവും ആ ഒരു കളിയാക്കലും അതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് ഒന്നും കൂടെ വല്ലായ്മ വന്നപ്പോൾ കണ്ണന് ഭയം തോന്നി. സ്വന്തം അമ്മയല്ലേ, അപ്പോൾ അവിടെ ഭയം തോന്നുന്നത് കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? കെട്ടാൻ അവിടെ അനുകൂലിച്ച് നിൽക്കുന്നു. കട്ടിക്കോളൂ എന്നുള്ള ഉള്ളത്തോടുകൂടി തന്നെ നിൽക്കുന്നു. അത് ഭഗവാന്റെ ഒരു അത്രമാത്രം സ്നേഹം, ഭക്തപ്രിയനാണ് ഭഗവാൻ. അതുകൊണ്ട് നമുക്ക് 8ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 8. വിസ്മിതോസ്മിതാ സഖീജനേക്ഷിതാം സുന്നസന്നവപുഷം നിരീക്ഷ്യതാം നിത്യമുക്തവപുർ അപ്യഹോ ഹരേ ബന്ധമേവ കൃപയാന്യോ അന്യഥാ. വിസ്മിതോസ്മിതാ സഖീജനേക്ഷിതാം സുന്നസന്നവപുഷം നിരീക്ഷ്യതാം നിത്യമുക്തവപുർ അപ്യഹോ ഹരേ ബന്ധമേവ കൃപയാന്യോ അന്യഥാ. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഇത് ഭഗവാനോട് ഭട്ടതിരിപ്പാട് പറയുന്നു. ഭഗവാനേ, തോഴിമാർ വിസ്മയപ്പെട്ട് പുഞ്ചിരിച്ചു കൊണ്ട് നോക്കി നിൽക്കേ. ഇതെല്ലാം ഈ കയറ് കൊണ്ട് കെട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ തോഴിമാരൊക്കെ വിസ്മയപ്പെട്ടിട്ട് ഇതെന്താ ഇങ്ങനെ കെട്ടാൻ പിന്നെ നീളം കിട്ടുന്നില്ലല്ലോ എന്ന് വിസ്മയപ്പെട്ടിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് നോക്കി നിൽക്കേ. ദേഹം വിയർത്ത് കുളിച്ചു തളർന്നു. ആരാ? അമ്മ. കാരണം വീണ്ടും കയറെടുക്കുന്നു, കൂട്ടിക്കെട്ടുന്നു, എന്നിട്ട് ഉരലിൽ കണ്ണനെയും കൂടെ വെച്ച് കെട്ടുന്നു. ഒരു രക്ഷയില്ല. അപ്പോഴും മനസ്സും എല്ലാം കൂടെ അങ്ങ് തളർന്ന് വിയർത്ത് കുളിച്ച് തളർന്നു നിന്നുപോയ അമ്മയുടെ പരവശഭാവം കണ്ട് കണ്ണനും അത് കണ്ടപ്പോൾ അലിവ് തോന്നി. കാരണം അമ്മയല്ലേ. അമ്മ നോക്കി മറ്റുള്ളവർ കളിയാക്കലും ചിരിക്കലും ഒക്കെ ആയപ്പോഴത്തേക്ക് കണ്ണന് വിഷമമായി. അമ്മയുടെ പരവശഭാവം കണ്ടപ്പോൾ കണ്ണന് അലിവ് തോന്നിയ ഉണ്ണി ഒരു നിമിഷം അമ്മയെ ഒന്ന് നോക്കി. അയ്യോ, അമ്മ ഇങ്ങനെ ആയോ, വിയർത്ത് കുളിച്ചല്ലോ. അപ്പോൾ ഒരു സങ്കടം തോന്നത്തില്ലേ? സ്വന്തം മകനല്ലേ, അവിടെ മകൻ്റെ ഒരു ഭാവം കൂടെ വരുമല്ലോ. ഭഗവാൻ യഥാർത്ഥ നാരായണനാണെങ്കിലോ നിത്യമുക്തനാണ്, ഒന്നിനെയും ബന്ധിക്കത്തില്ല. നിത്യമുക്തനായി കഴിഞ്ഞ ആളാണ് ഭഗവാൻ. അതുകൊണ്ടല്ലേ ഭഗവാനായത്. ഈ ലോകത്തുള്ള മറ്റ് സർവ്വ സൃഷ്ടികൾക്കും അങ്ങനെ മമത അല്പമെങ്കിലും കാണുമല്ലോ. അല്ലെങ്കിൽ അതെല്ലാം മാറി എല്ലാത്തിനും മുക്തനാണ് ഋഷിമാരാണ്. അപ്പോൾ ഭഗവാൻ അവിടെ നിത്യമുക്തനെ എല്ലാവരിൽ നിന്നും അകർന്നു നിൽക്കുന്നതാണ്. ആരോടും ബന്ധമില്ല, മമതയില്ല. അതുകൊണ്ടാണ് നിത്യമുക്തൻ എന്ന് പറയുന്നത്. എങ്കിലും ആ കുഞ്ഞ് അമ്മയുള്ള വാത്സല്യം കൊണ്ട് അമ്മയെ ഒന്ന് നോക്കി. സഖിമാർ കളിയാക്കിയതിലും തനിക്ക് ഉണ്ണിയെ ബന്ധിക്കാൻ കഴിയാത്തതിലും മനം നൊന്ത ആ അമ്മയുടെ വിവശഭാവം ആ ഭക്തപ്രിയന് താങ്ങാനായില്ല. അവിടെ അപ്പോൾ ആ ഉള്ളം അമ്മ എന്നുള്ള ചിന്ത വന്നു. കാരണം കുഞ്ഞ് പാലും കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞല്ലേ. മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം അമ്മ തോൽക്കുന്നത് സാധാരണ പുത്രന് അസഹ്യം തന്നെയാണ്. ഉണ്ണിക്കും സഖിമാരുടെ മുന്നിൽ അമ്മ തോൽക്കുന്നത് സഹിക്കാനായില്ല. അതിനാൽ ഒരിക്കലും ബന്ധനത്തിൽ പെടാത്തവനാണെങ്കിലും, കാരണം നാരായണൻ ആരിലും ബന്ധപ്പെടുന്നില്ല. നമുക്ക് അങ്ങോട്ടാണ് ബന്ധം. എൻ്റെ ഭഗവാനെ, എൻ്റെ കണ്ണ എന്ന് നമ്മൾ അങ്ങോട്ട് വിളിക്കുന്ന ഭഗവാന്റെ അംശമാണല്ലോ നമ്മളെല്ലാവരും. നമുക്ക് അങ്ങോട്ട് ഭഗവാനോടുണ്ട്. പക്ഷേ ഭക്തനും ഭഗവാനും ഒന്നാകുന്നതാണ്. അതാണ് ഭഗവാൻ ഭക്തനിലും ഭക്തൻ ഭഗവാനിലെന്ന് പറയുന്നത്. നമ്മൾ അവിടെ രണ്ടല്ലാത്തൊരവസ്ഥ ഒരു ഭക്തനാകും. ഭഗവാനും ഭക്തനും ഒന്നാകുന്നു. അപ്പോഴാണ് ഭഗവാൻ എന്നിലും ഞാൻ ഭഗവാനിലും എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ ഒരിക്കലും ബന്ധത്തിൽ പെടാത്തവനാണ് കണ്ണൻ. എങ്കിലും ബന്ധിച്ചു കൊള്ളാൻ അമ്മയ്ക്ക് അനുവാദം നൽകി. അത്ഭുതം തന്നെ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ഇങ്ങനെ ആ അമ്മയ്ക്ക് അമ്മയുടെ ദുഃഖം കണ്ടു വിയർത്ത് കുളിച്ച് നിൽക്കുന്നു, മറ്റുള്ളവർ കളിയാക്കുന്നു. അപ്പോൾ കുഞ്ഞിന് വിഷമമായി. അപ്പോഴാണ് അവിടെ കെട്ടിക്കൊള്ളാൻ അനുവാദം നൽകി. ഭക്തന്മാരുടെ ദുഃഖം ഹരിക്കുന്നവനാണ് ഭഗവാൻ, അത് ഇല്ലാതാക്കുന്നവനാണ്. അപ്പോൾ ആ അമ്മയുടെ ദുഃഖം മാറ്റണ്ടേ ഭഗവാന്.
അതുകൊണ്ടാണ് ഭഗവാന് ഹരി എന്ന നാമം ഉണ്ടായത്. ഹരിക്കുക, അതായത് ഇല്ലാതാക്കുക, നാശത്തെ, അതായത് ദുഃഖത്തെ ഇല്ലാതാക്കുന്നതാണ് ഹരി, ഹരണം ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ ഹരി എന്ന നാമം ഉണ്ടായത്. ഹരി എന്നതിൻ്റെ സംബോധന രൂപമാണ് ഹരേ, അതാണ് ഹരേ എന്ന് പ്രയോഗിച്ചത്. നിത്യമുക്ത ബാബു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ നിത്യമുക്തൻ എന്നാണ്. ഒന്നിനോടും ഒരു ബന്ധവുമില്ലാത്തവനാണ് ഭഗവാൻ. ഭഗവാനെ ബന്ധിപ്പിക്കത്തക്ക ഒരു വസ്തുവും സംസാരത്തിലില്ല. എന്നാലും ഭഗവാൻ എല്ലാവർക്കും ബന്ധുവാണ്. എല്ലാവരും ഭഗവാന്റെ അംശമായതിനാൽ ഭഗവാനോട് എല്ലാ ജീവികൾക്കും ബന്ധമുണ്ട്. പക്ഷേ ഭഗവാൻ ഒന്നിനോടും ബന്ധമില്ല. അവിടുന്ന് എപ്പോഴും എന്താ? നിത്യമുക്തനാണ്. പരമാത്മാവ് നാരായണൻ നിത്യമുക്തനാണ്. നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.